ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്സ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മത്സരം LSG വേഴ്സസ് RCB, നല്ല കിടിലൻ ലാസ്റ്റ് ബോൾ ലാസ്റ്റ് ഓവർ ത്രില്ലർ. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിൻ്റെ ടോപ്പിലോട്ട് പോകുന്ന പ്രതീക്ഷയുമായിട്ട് RCB, അതുപോലെ തന്നെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കാനായിട്ട് ജയം അനിവാര്യമായിട്ട് വന്നിട്ടുള്ള LSG തമ്മിലായിരുന്നു ഇന്നത്തെ മത്സരം. അപ്പോൾ മത്സരം ഭയങ്കര വാശിയേറിയതാകുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ LSGയുടെ ഏക്നാ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. അങ്ങനെ RCB LSG ബാറ്റിങ്ങിനായിട്ട് അയക്കുകയാണ്. അപ്പോൾ ബാറ്റിങ്ങിനായിട്ട് പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മിച്ചൽ മാർഷിൻ്റെ ഒപ്പം പുതിയൊരു പ്ലെയർ കുൽക്കർണി, അൻഷുദുൽ കുൽക്കർണി, അങ്ങനെ എന്തോ സംതിങ് ഒരു കുൽക്കർണി എന്ന് പറയുന്ന ഒരു പ്ലെയർ പോകുന്നു. അപ്പോൾ മുമ്പ് LSGയിൽ ഒരു തവണ കളിച്ചിട്ടുണ്ട്, പുള്ളി ഒരു മത്സരം കണ്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ വെറൈറ്റി പരീക്ഷണമൊക്കെ ആയിട്ട് ഇറക്കിയൊക്കെയാണ്. അങ്ങനെ ബാറ്റിംഗ് തുടങ്ങുന്നു. മിച്ചൽ മാർഷും വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥിരം സ്ട്രോക്ക് പ്ലേ, അദ്ദേഹത്തിൻ്റെ സ്ട്രെയിറ്റിലോട്ട് അദ്ദേഹം ഹിറ്റ് ചെയ്യാനുള്ള കഴിവ്, ഒരു എന്താ ലൈക്ക് എ ബുൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. LSG ഒരു പോസ്റ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു. അത്രയും സ്ട്രോങ് ആയിട്ട് പുള്ളി സ്ട്രെയിറ്റിൽ ബൗണ്ടറീസ് ഇങ്ങനെ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അടിക്കും അതിൻ്റെതായ ഒരു പവർ, കാരണം വലിയ ലോങ് ബൗണ്ടറീസ് ആണ്. അപ്പോൾ ഓരോ സിക്സിനും ആ മാക്സിമം പവറോട് തന്നെ സിക്സ് ആവത്തുള്ളൂ. അപ്പോൾ മിച്ചൽ മാർഷ് നല്ല കിഡിലിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. 10 റൺ പെർ ഓവറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് കുൽക്കർണി നിന്നിട്ട് വെള്ളംകളി. സംഭവം ഡിബേറ്റ് പ്ലെയർ ആണല്ലേ, അധികം മാച്ച് എക്സ്പീരിയൻസ് ഇല്ല, ഒക്കെ ശരി തന്നെ. പക്ഷെ ഒരു 10 ബോളൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടും തനിക്ക് കളിക്കാനായാലും കണക്ട് ആവുന്നില്ലെങ്കിൽ പിന്നെ ഹിറ്റിന് ട്രൈ ചെയ്യുക. അപ്പുറത്ത് പ്ലെയർ 36 ബോളിൽ നിന്ന് 72 റൺസ് അടിച്ച് വെക്കുമ്പോൾ ഇവിടെ 24 ബോളിൽ നിന്ന് 17 എടുത്തിട്ട് എന്ത് നെഗറ്റീവ്. ഈ IPL സോ ഫാർ ഇതുവരെ കഴിഞ്ഞാൽ ഏറ്റവും മോശം ഇന്നിങ്സ്, ഒരു ബാറ്റർ ഏറ്റവും മോശം ഇന്നിങ്സ്. ഇത്രയും മോശം ഇന്നിങ്സ് ആ ടീമിന് കൊടുക്കാനായിട്ടില്ല. മിച്ചൽ മാർഷ് ഇത്രയും ഒരു 200 സ്ട്രൈക്ക് റേറ്റിന് മുകളിലൊക്കെ മിച്ചൽ മാർഷ് കളിച്ചുകൊണ്ട് മാത്രമാണ് LSG പവർ പ്ലേ അല്ലെങ്കിൽ 10 ഓവർ കഴിയുമ്പോൾ ഒരു മാനുവായിട്ടുള്ള സ്കോറിലോട്ട് എത്തുന്നത്. രണ്ടുപേരും കൂടി 19 റൺസ് പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ ഇവന്റെ കോൺട്രിബ്യൂഷൻ എത്രയും നോക്കണം. 24 പന്ത് ഫേസ് ചെയ്തിട്ട്, അതായത് 4 ഓവറാണ് അവിടെ പോയിരിക്കുന്നത്. വെറും 17 റൺസ് വന്നിട്ടുള്ളൂ. അടി കണക്ട് ആവുന്നില്ല, ഇന്റന്റ് ഇല്ല, ഒരു തരത്തിലും LSGക്ക് ഒരു തരത്തിലും ഗുണമില്ലാത്തൊരു മോശം ഇന്നിങ്സ് കളിച്ചിട്ട് അദ്ദേഹം പുറത്താവുന്നു. LSGയുടെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം പുറത്താവുന്നു. ആസ് യൂഷ്വൽ ഭൂവിയുടെ ഓപ്പണിംഗ് സ്പെൽ അല്ലെങ്കിൽ ഭൂവിയുടെ ഓവറിലൊക്കെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്പിന്നേഴ്സിനെതിരായാലും റസിഖ്ദാറിനെതിരായാലും ഹെയ്സൽവുഡിനെതിരായാലും മിച്ചൽ മാർഷ് ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മിച്ചൽ മാർഷിന്റെ ഒരു ഇന്നിങ്സ് എടുത്ത് തന്നെ വേണം. ഇന്നത്തെ കളിയിൽ പ്ലെയർ ഓഫ് ദ മാച്ച് മിച്ചൽ മാർഷാണ്. അത്രയും കിടിലൻ ഒരു ഇന്നിങ്സ് മിച്ചൽ മാർഷ് എന്ന് കളിച്ചത്. അതും അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഈ ടീം വീഴും എന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ വളരെ മോശം പന്തുകൾ തെരഞ്ഞു പിടിച്ച് അദ്ദേഹം അടിക്കുന്നത്. അദ്ദേഹത്തിന് അടി കണക്ട് ആകുമ്പോൾ നമുക്ക് തന്നെ അറിയാമായിരുന്നു ഇത് ബൗണ്ടറി ആകും എന്നുള്ളത്. ഇടയ്ക്ക് മഴ 2-3 തവണ കളി മുടക്കി ആ ഒരു ഫ്ലോ കളഞ്ഞു. സ്റ്റിൽ അദ്ദേഹം തിരിച്ചു വന്നിട്ടൊക്കെ പഴയ എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ തന്നെ ബാറ്റ് ചെയ്ത് പോയി. കുൽക്കറിന് പോയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് LSGയുടെ ട്രാക്കിലായി, ഫുള്ളി LSGയുടെ ട്രാക്കിലായി. കാരണം നിക്കോളസ് പൂറൻ ഓൾറെഡി കഴിഞ്ഞ മത്സരത്തിൽ ഫോമായി കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്നിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ കളിക്കുന്നു. അനാവശ്യ ഷോട്ടുകളില്ല, ഒന്ന് സ്റ്റാൻഡായി ഒന്ന് ടച്ച് ആയതിനു ശേഷം അദ്ദേഹം നല്ല രീതിക്ക് ബൗണ്ടറീസ് അടിക്കുന്നു. 10 റൺ റേറ്റ്, അതായത് കറക്റ്റ് 11.1 ഓവർ ടീം 110 റൺസ് എത്തുന്നു. അവിടെ കൃത്യം പിന്നീട് 10 റൺ റേറ്റ് വെച്ച് പോകുന്നു. ഏകദേശം ആ പാർട്ട്ണർഷിപ്പ് 165 റൺസ് വരെ എത്തി. അവിടെ മിച്ചൽ മാർഷ് പുറത്താകുന്നു. പിന്നീട് അങ്ങോട്ട് പന്ത് വരുന്നു. പന്തിന്റെ ഇന്നിങ്സ്, കിഡിൽ ഇന്നിങ്സ്. ശരിക്കും പറഞ്ഞാൽ പന്ത് വന്നപ്പോൾ എനിക്ക് തോന്നി പന്ത് വരേണ്ട ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു പന്ത്, കാരണം പന്ത് ടച്ചിലല്ല, പന്ത് ഫോമിലല്ല. അവിടെ മാർക്കർ വന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നിയെങ്കിൽ പോലും പന്ത് ബ്രില്യൻ്റ് കളി. ഇന്ന് എന്താണോ ടീമിന് ആ സമയത്ത് വേണ്ടത്, അല്ലെങ്കിൽ എന്താണോ ഒരു ക്യാപ്റ്റനായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്തു. കിഡിലൻ ഇന്നിങ്സ് പന്തിൻ്റെ സ്ഥിരം പരിപാടികൾ നമുക്കറിയാം. പുള്ളിയുടെ തിരിഞ്ഞുള്ളടി മറിഞ്ഞുള്ളടി എന്നെല്ലാം കറക്റ്റ് കണക്ഷനായിരുന്നു. എല്ലാം കൃത്യമായി ബൗണ്ടറിയിലേക്ക് പോയി. 6 ആയാലും 4 ആയാലും ലാസ്റ്റ് ഓവറിലെ ലാസ്റ്റ് ബോൾ കറക്റ്റ് റിവേഴ്സിനൊക്കെ കളിച്ച് പുള്ളി ആ ബൗണ്ടറി സ്വന്തമാക്കി. എന്തായാലും ഷെപ്പേർഡിന് അതുപോലെ തന്നെ സുയാഷ് ശർമ്മ, ഹെയ്സൽവുഡ്, റസിഖ്ദാർ ഇവർക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് അടി കിട്ടി. അതിൽ തന്നെ കൃണാൽ പാണ്ഡ്യ അതുപോലെ തന്നെ ഭുവനേശ്വർ, ഇവര് ഭയങ്കര കൺസിസ്റ്റന്റ് ആണ്. ഇവരെ അങ്ങനെ എടുത്ത് അടിക്കാൻ പറ്റണില്ല. ഭുവനേശ്വർ കുമാർക്ക് ഒരു ഓവറിൽ 6 ബോളും കൃത്യം ടോപ്പ് ക്രഷിങ് യോർക്കേഴ്സ് ഇങ്ങനെ എറിഞ്ഞു പോകുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഈ ഒരു ഏജ് ആയിട്ടും അദ്ദേഹത്തിന്റെ ഒരു കൺസിസ്റ്റൻസി, ഫോം സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ടീമിലായി പോയതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ട് കളിക്കുന്നതെങ്കിൽ ഈസിലി T20 ടീമിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിലോട്ടൊക്കെ എന്തായാലും വരാനുള്ള അത്രയും പൊട്ടൻഷ്യൽ അദ്ദേഹത്തിനുണ്ട്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇത്രയധികം ടാലൻസ് ഉള്ളത് കൊണ്ടും ഈ ഒരു ഏജ് ആയതുകൊണ്ടൊക്കെ അദ്ദേഹത്തിന് ഇനി കൺസിഡർ ചെയ്യാൻ ചാൻസ് ഇല്ല. സ്റ്റിൽ കിഡിലൻ സ്പെല്ല് എടുത്ത് തന്നെ പറയണം. അവസാന ഓവറുകളിൽ 10 പന്തിൽ നിന്ന് 32 റൺസ് എടുത്ത് പറയണ്ടല്ലോ. കിഡിലൻ ഇന്നിങ്സ് ഋഷഭ് പന്തിന്റെ അദ്ദേഹം ഈ സീസൺ ഇതുവരെ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ ദിവസം ഈ മത്സരത്തിൽ അദ്ദേഹം ഫോമിലോട്ട് വന്നു, നല്ലൊരു ഇന്നിങ്സ് കളിച്ചു. ടീം 209, അതും 19 ഓവർ ഉണ്ടായിരുന്നുള്ളൂ. ഡെക്വർത്ത് ലൂയിസ് പ്രകാരം 19 ഓവർ ഉണ്ടായിരുന്നുള്ള മഴ കാരണം. 19 ഓവറിൽ 209 റൺസ് എന്ന് പറഞ്ഞാൽ നല്ല സ്കോറാണ്. ഏകനാമത്തെ സ്റ്റേഡിയത്തിന് നല്ല സ്കോറാണ്. തീർച്ചയായിട്ടും പിടിച്ചു കെട്ടാൻ പറ്റും. പക്ഷെ അപ്പുറത്ത്
RCB ആണ്. RCBയുടെ ബാറ്റിംഗ് ഡെപ്ത്, ബാറ്റിംഗ് സ്ട്രെങ്ത് എല്ലാം നന്നായിട്ട് അറിയാം. LSG ആണെങ്കിൽ ബോളിങ് അത്യാവശ്യം വീക്കാണ്. കാരണം കഴിഞ്ഞ കളി മുംബൈ അടിച്ച് പഞ്ഞിക്കിട്ടതാണ് അവന്മാരെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഇന്നിങ്സ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സ്പെല്ല്, 1-2 ബോളേഴ്സ് നല്ല രീതിയിൽ സ്പെല്ല് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ LSGക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ഓവർ മുതൽ കൃത്യമായിട്ടാണ് പന്ത് എറിഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഓവറിൽ തന്നെ ജേക്കബ് ബദലിനെ കിട്ടുന്നു. ജേക്കബ് ബദൽ എത്രത്തോളം അപകടകാരിയെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ മത്സരത്തിലെ ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എൻ്റയർ IPL തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഓവറിൽ പ്രിൻസ് യാദവ് വന്നിട്ട് വിരാട് കോഹ്ലിയുടെ ഓഫ് സ്റ്റംപ് എടുക്കുന്ന ആ മൊമെന്റ്. ഗ്രേറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ സോഫാർ IPL ബെസ്റ്റ് ബോൾ എന്ന് തന്നെ പറയാം. ഓഫ് സ്റ്റമ്പിന് പുറത്ത് ആ പന്ത് കുത്തുന്നു. 140 കിലോമീറ്റർ സ്പീഡിൽ വന്ന പന്ത് ഓഫ് സ്റ്റമ്പിന് പുറത്ത് കുത്തുന്നു. വിരാട് കോഹ്ലി ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് ബാറ്റ് വെച്ചിട്ട് അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ബാറ്റ് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. പന്ത് നേരെ ഉള്ളിലേക്ക് തിരിഞ്ഞ് വിരാട് കോഹ്ലിയുടെ ഓഫ് സ്റ്റമ്പ് എടുക്കുന്നു. വിക്കറ്റ് പോയതിനു ശേഷം വിരാട് കോഹ്ലി അതിനോടത്ത് റിയാക്ഷൻ ഉണ്ട്. ആ ബോൾ എത്രത്തോളം പ്രൈസ്ലെസ് ആണെന്ന് കാണിക്കാനായിട്ട് ആ റിയാക്ഷൻ മതിയാവും. വിരാട് കോഹ്ലി സിംപ്ലി, അദ്ദേഹം അടുത്ത കാലത്ത് ഒന്നും ഇങ്ങനെ ഔട്ടായിട്ടുണ്ടാവില്ല. അത്രയും ഞെട്ടിപ്പോയി ആ ബോൾ കണ്ടിട്ട്. കാരണം അത്രയും ഒരു ഗ്രേറ്റ് ബോൾ, കമന്റേറ്റേഴ്സിൽ നിന്ന് അത്രയും ഒരു അപ്രിസിയേഷൻ കിട്ടിയ ഒരു ബോളായിരുന്നു. അതൊരു അൺപ്ലേയബിൾ ഡെലിവറി ആയിരുന്നു എന്ന് വരെ കമന്റേറ്റേഴ്സ് പറയണ്ടായിരുന്നു. വിരാട് കോഹ്ലി ഡൽഹി ടീമിൽ വിരാട് കോഹ്ലിയുടെ സഹതാരമായിരുന്നു പ്രിൻസ് യാദവ്. LSGക്ക് വേണ്ടി ഈ സീസണിലെ ബെസ്റ്റ് ബോളിംഗ് പെർഫോമൻസ് ഒക്കെ പ്രിൻസ് യാദവിന്റെ പേരിലാണ്. ഇന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എറിഞ്ഞ അദ്ദേഹമാണ്. അങ്ങനെ ബത്തലും അതുപോലെ തന്നെ വിരാട് കോഹ്ലി പോകുന്നു. ടീം സമ്മർദ്ദത്തിലാവുന്നു. പവർ പ്ലേ ഒന്നും കാര്യമായിട്ട് റൺസ് വരുന്നില്ല. അതായത് പഠിക്കലായാലും പട്ടിദാറാണേലും മെല്ലെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കാര്യമായിട്ടൊരു സാഹസത്തിന് രണ്ടുപേരും മുതിരുണ്ടായിരുന്നില്ല. റിക്വയർഡ് കണ്ടിട്ട് കയറി പോവാണ്. RCBക്ക് ഒരു നല്ലൊരു ഒരു ഇത് വന്നേ പറ്റുള്ളൂ. ഇതാ വരുന്നു ഋഗ്വേശ്വരി വരുന്നു. പട്ടിദാർ തൻ്റെ പരിപാടി തുടങ്ങുന്നു. അടിച്ചങ്ങ് നശിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. പക്ഷെ യഥാർത്ഥ പട്ടിദാറിനെ കണ്ടത്, അല്ലെങ്കിൽ പട്ടിദാറിൻ്റെ ഒരു ഭീകര വേഷം കണ്ടത് മായങ്ക് യാദവിൻ്റെ ഓവറിലായിരുന്നു. ആ ലെഗ് സൈഡ് സെക്കൻഡ് എയറിലോട്ടൊരു 6 പോയി, 104 മീറ്ററിൻ്റെ. ഞെട്ടിപ്പോയി. അത് അതൊരു കിഡിലൻ ഷോട്ട്. ആ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, കിഡിലൻ. സത്യം പറഞ്ഞാൽ കിഡിലൻ കളി. പട്ടദാർ അന്യായ കളി. പട്ടദാർ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പായിരുന്നു RCB ജയിക്കും എന്നുള്ളത്. അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള വേർഷൻ ആയിരുന്നു പട്ടിദാറിനെ കണ്ടത്. പക്ഷെ പന്തിന്റെ ഒരു ബ്രില്യൻസ് എന്താണെന്ന് പറയാൻ, ഷഹബാസ് അഹമ്മദിനെ കൊണ്ടുവരുന്നു, പട്ടിദാറിനെ ഔട്ടാക്കുന്നു. അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലും പോകുന്നതോടുകൂടി ടീം വീണ്ടും ഒന്ന് സംഭവത്തിലാവുകയാണ്. ടിം ഡേവിഡ് ഉണ്ട്, ഷെപ്പേർഡ് ഉണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും സ്റ്റാൻഡ് സെറ്റ് ആയിരുന്ന ബാറ്റ്സ്മാൻമാർ പോകുമ്പോൾ ടീം സ്വാഭാവികമായിട്ട് സമ്മർദ്ദത്തിലാവും. പിന്നീട് ജിതേഷ് ശർമ്മ വരുന്നു. LSGക്ക് നല്ല റെക്കോർഡുള്ള പ്ലെയറാണ്. പക്ഷേ ഈ സീസണിൽ ഇതുവരെ 100 റൺസ് പോലും എത്താനായിട്ട് പറ്റിയിട്ടില്ല. ജിതേഷ് ശർമ്മ ആഗ്രഹിച്ചൊരു മൊമെന്റ് ആട്ടോ. അതായത് നല്ലൊരു വലിയ സ്കോർ ചേസ് ചെയ്യുമ്പോൾ ടീം തുടക്കത്തിൽ കുറേ വിക്കറ്റ് ടോപ്പ് ഓർഡറൊക്കെ വീണ് നല്ല ജിതേഷ് ശർമ്മയ്ക്ക് സ്റ്റാർ ആവാൻ പറ്റുള്ളൂ. പക്ഷെ പുള്ളി 3 ബോൾ 100 റൺ എടുത്തുള്ളൂ. സ്റ്റാർ ആവാനായിട്ട് ഇനിയും ഒരുപാട് സമയം വേണമെന്ന് തോന്നുന്നു. കാരണം ഈ സീസണിൽ ഒരുപാട് അവസരം കിട്ടി, ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ടോപ്പ് ഓർഡർ തകരണം എന്ന് വിചാരിച്ചിരുന്ന പ്ലെയർ ആണ്. ഇപ്പോൾ ടോപ്പ് ഓർഡർ തകർന്നിട്ടും പുള്ളിക്കൊന്നും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ പട്ടിദാരും അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലും നല്ല രീതിക്ക് ഇന്നിങ്സ് കൊണ്ടുപോകുമ്പോൾ പ്രിൻസ് യാദവിനെ തിരിച്ചു വിളിക്കാനുള്ള ആ ഒരു ബ്രില്യൻസ് അത് പന്തിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. പ്രിൻസ് യാദവ് വരുന്നു, അവിടെ ദേവദത്ത് പടിക്കലിന് വിക്കറ്റ് എടുക്കുന്നു, ജിതേഷ് ശർമ്മയുടെയും വിക്കറ്റ് എടുക്കുന്നു. പിന്നീട് ഷഹബാസ് അഹമ്മദിനെ കൊണ്ടുവരുന്നു. ഷഹബാസിനെ കൊണ്ടുവരുന്ന ഒരു മണ്ടത്തരമായിട്ടാണ് തോന്നിയത്. കാരണം പട്ടിദാറാണ് ക്രീസിൽ നിൽക്കുന്നത്. ഷഹബാസ് അഹമ്മദ് സ്പിന്നറാണ്. പട്ടിദാർ സ്പിന്നർമാർക്കെതിരെ എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഷഹബാസ് അഹമ്മദ് പട്ടിദാറിന്റെ വിക്കറ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ ടിം ഡേവിഡ് ഡേഞ്ചറസ് ആയിട്ട് കളിച്ചുകൊണ്ട് ടിം ഡേവിഡിന്റെ വിക്കറ്റ് എടുക്കുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ RCBക്ക് വിജയപ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ്. അവർ ഈ തോൽവിയിൽ മനസ്സിലാക്കേണ്ടത് അവരുടെ ബാറ്റിംഗ് ഡെപ്ത് സ്ട്രെങ്ത് ഒക്കെയാണ്. കാരണം പട്ടിദാർ നല്ല രീതിക്ക് കളിക്കുന്നു. പട്ടിദാർ നിൽക്കുമ്പോൾ വിജയപ്രതീക്ഷ വരുന്നു. അതുപോലെ തന്നെ ടിം ഡേവിഡ് നിൽക്കുമ്പോൾ വിജയപ്രതീക്ഷ വരുന്നു. പിന്നെ ഷെപ്പേർഡും കൃണാൽ പാണ്ഡ്യ നിൽക്കുമ്പോഴൊക്കെ ആ ടീമിന് വിജയപ്രതീക്ഷയാണ്. അവസാനത്തെ ഓവറിൽ 20 റൺസാണ് ജയിക്കാൻ വേണ്ടത്. ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻസ് ഇല്ല ഋഷഭ് പന്തിന്റെ കയ്യിൽ. ദിഗ്വേശ്വരതിക്ക് ബോൾ കൊടുക്കുന്നു. അതുവരെ നല്ല രീതിക്ക് അടിയിട്ട് ദിഗ്വേശ്വരതിയാണ്. ആദ്യത്തെ 2 ബോളുകളും ആദ്യത്തെ ബോള് ഷെപ്പേർഡിന് കണക്ട് ആവുന്നില്ല. ഒരു ലെഗ് ബൈ സിംഗിൾ ഉണ്ട്. രണ്ടാമത്തെ ബോളും വീണ്ടും ഒരു സിംഗിൾ ഇടുന്നു. പിന്നീട് 4 ബോളുകളിൽ നിന്ന് 18 റൺസാണ് വേണ്ടത്. അത്തരത്തിൽ സാഹചര്യത്തിൽ മൂന്നാമത്തെ ബോൾ ഡോട്ട് ആവുന്നു. 4ാമത്തെ ബോളിൽ ഇതൊരു വൈഡ് എറിയുന്നു. അങ്ങനെ 3 ബോളുകളിൽ നിന്ന് 17 റൺസ് ആവുന്നു. അങ്ങനെ 4ാമത്തെ ബോളിൽ വീണ്ടും ഒരു 4 വരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് ബോളുകളിൽ നിന്ന് 13 റൺസാണ് വേണ്ടത്. അവിടെ നിന്നാണ് പിന്നീട് 9 റൺസിന് കളി ഈസിലി ജയിക്കുകയാണ് LSG. ഷെപ്പേർഡ് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ RCBക്ക് ജയിക്കാവുന്ന കളിയാണ്. പക്ഷേ LSGയുടേത് കൂടെ ആയിപ്പോയി. ക്രിക്കറ്റ് ദൈവങ്ങൾ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. കാരണം മഴ പെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ പിച്ചിലുണ്ടായി കാണും തുടക്കത്തിലെ ഓവറുകളിൽ. വിരാട് കോഹ്ലിക്കൊക്കെ ആ ഒരു ബോള് അത്രയും ഒരു തിരിഞ്ഞു വന്നതിൻ്റെ ഒരു റീസൺ മേ ബി അതാവാം. എന്തായാലും RCBക്ക് ഒരു ടഫ് ഡേ ആയിരുന്നു. RCB പോയിന്റ് ടേബിൾ 1ാം സ്ഥാനത്ത് എത്താൻ പറ്റിയില്ല.
LSG സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചു വരികയാണ്, അവർ പ്ലേ ഓഫ് ലക്ഷ്യമാക്കി തിരിച്ചു വരികയാണ്. അതിനുള്ളൊരു സാധ്യതകൾ അവർ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു കളിയായിരുന്നു മൊത്തത്തിൽ. എന്തായാലും RCB ഒന്നുകൊണ്ടും വിഷമിക്കാണ്ടില്ല. അവർ ബാറ്റിംഗ് ഡെപ്തിൻ്റെ ഒരു ഭീകരത മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൻ്റെ ബോളിംഗ് പൊതുവെ വീക്കാണ്, നമ്മൾ പലവഴി കണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ചേസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ കളി ചേസ് ചെയ്യുമ്പോഴും പഞ്ചാബിന് ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റിയില്ല. പക്ഷേ RCB സംബന്ധിച്ചിടത്തോളം അവർ അടുത്ത് വരെ എത്തി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പഞ്ചാബിനേക്കാളും ബെറ്റർ ബാറ്റിംഗ് പെർഫോമൻസ് RCB ബാറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡായിട്ടാണ് തോന്നുന്നത്. ഇപ്പം മത്സരത്തെ സംബന്ധിച്ച് മിച്ചൽ മാർഷാണ് ഹീറോ. അദ്ദേഹം സെഞ്ചുറി അടിച്ചു, അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. അല്ലെങ്കിൽ ലാസ്റ്റ് ഓവറിൽ ബ്രില്യൻ്റ് ആയിട്ട് കംബാക്ക്, അതുവരെ നല്ല രീതിക്ക് അടിമേടിച്ചുകൊണ്ടിരുന്ന ദിഗ്വിജയ് ശ്രീധർ ഒരു ബ്രില്യൻ്റ് കംബാക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ലാസ്റ്റ് ഓവറിൽ ഡിഫെൻഡ് ചെയ്തു ആ സ്കോർ. അപ്പോൾ എന്തായാലും അദ്ദേഹം ആയിരിക്കും. പക്ഷേ പ്രിൻസ് യാദവ് ഡെഫിനറ്റ്ലി പ്ലെയർ ഓഫ് ദ മാച്ച് ഡിസേർവ് ചെയ്ത് പ്രിൻസ് യാദവിനായിരുന്നു. കാരണം 4 ഓവറിൽ 33 റൺസ്, 3 കീ വിക്കറ്റ്സ്, അതിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത്രയും ബ്രില്യൻ്റ് ബോൾ. അപ്പോൾ എന്തായാലും ഈ സീസണിൽ LSG ഒരു കണ്ടെത്തൽ എന്നൊക്കെ പറയാം പ്രിൻസ് യാദവ് തന്നെ. എന്തായാലും തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ വരാനായിട്ട് യോഗ്യതയുള്ള പ്ലെയറാണ്, വരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഭീകര വേരിയേഷൻസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷെപ്പേർഡിനെതിരെ ഒരു ഓവർ എറിയണ്ടായി. ഷെപ്പേർഡിന് പല ബോളുകളും കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഒരു ഫുൾ ടോസ് ആണ് 6 പോയത്. അതർവൈസ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് അദ്ദേഹം ബോൾ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ പ്രിൻസ് യാദവ് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ വരാൻ യോഗ്യതയുള്ള പ്ലെയർ തന്നെയാണ്. അപ്പോൾ എന്തായാലും RCB തോറ്റു, അതുകൊണ്ട് RCBയുടെ പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. RCB തിരിച്ചു വരും. അപ്പോൾ എന്തായാലും RCB ഫാൻസ് ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും RCBക്ക് 1-2 തോൽവിയൊക്കെ പാഠങ്ങളായിട്ട് പഠിച്ചവർ തിരിച്ചു വരികയായിരിക്കും. അപ്പോൾ എന്തായാലും RCB ഫാൻസ് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറവൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.